ആയി ഭീവണ്ടിയിൽ 1996 അന്ന് 96 ബാബര മസ്ജിദ് പൊളിക്കുവാണ്. ബാബര മസ്ജിദ് പൊളിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ആൾക്കാരൊക്കെ നാട് വിട്ട് പോവുക, ഭീവണ്ടി കാലിയാക്കുക. ആദ്യം പിള്ളേരെയും കൊച്ചുങ്ങളെയൊക്കെ എടുത്ത് കാലിയാക്കുക. ഭീവണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പട്ടി പോലും ഇല്ല. കാരണം ശൂന്യം. ഹർത്താൽ കൊറോണയെക്കാളും ഭയങ്കര ഭീകരമായിട്ട് പേടിച്ചിട്ട് ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല. കാരണം പള്ളി പൊളിച്ചല്ലേ, 70-ലെ പ്രശ്നമുണ്ടല്ലോ, അത് കണക്കാക്കിയ സഹോദരന്മാർ ഞാൻ ഇന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. കാരണം അന്ന് അവിടുത്തെ മുസ്ലിംസ് എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ചെയ്ത്, ആ മീറ്റിംഗിൽ അവിടുത്തെ ഇമാം, ഇവിടുത്തെ ഉസ്താദന്മാരെ പോലെയല്ല, അവിടുത്തെ ഇമാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ഇമാം ഇന്ന് മുള്ളണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുള്ളൂല. ഇമാം ഇന്ന് ഉറങ്ങണ്ടെന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങൂല. ഇമാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉസ്താദിനെയാണ് ഇമാം സാഫ് എന്നാ പറയുന്നത്. ആ ഇമാം സാഫ് പറഞ്ഞു, ബാബര മസ്ജിദ് അവർ പൊളിച്ചു, പക്ഷെ പേര് തലമുറ അവിടെ നിൽക്കും, ഇങ്ങനെ ഒരു ബാബര മസ്ജിദ് ഉണ്ടെന്ന്. അവർക്ക് അല്ലാഹു തആല കൊടുത്തോളും. നമ്മളിപ്പോ കുറെ പേരെ വെട്ടി കുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പള്ളി അവിടെ വരൂല. അവിടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇനി അവിടെ നമുക്കൊരു ലഹള വേണ്ട. കാരണം ചുമ്മാ വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചിട്ട് കാര്യമില്ല. കാരണം പ്രശ്നം ഗുരുതരമാക്കരുത്. അതുപോലെ ആരും ഒന്നും ചെയ്തില്ല. ലാസ്റ്റിൽ അവിടെ ഒരു മാസം കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. ഒരു മാസം വരെ ഭീകര അന്തരീക്ഷമായിരുന്നു. ഭീവണ്ടിയിൽ ഇപ്പോൾ ലഹള പൊട്ടും. അവിടെ അന്ന് ഇമാം പറഞ്ഞ പോലെയാ, അവിടെ ആരും ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അപ്പൊ ഇമാം പറഞ്ഞത് തൊട്ടെ, അതിന് പകരം നമുക്ക് വേറെ പള്ളികൾ ഉണ്ടാക്കാമെന്ന്. അവിടെ തന്നെ നിസ്കരിക്കാൻ ആളില്ല. നമുക്കതിന്റെ ആവശ്യമില്ല. അവര് പൊട്ടിച്ചോട്ട്, അവരുടെ വിവരങ്ങളെല്ലാം അവരെന്നെ അറിഞ്ഞോളും. അല്ലാഹു തആല അവന്റെ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ശിക്ഷയ്ക്ക് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഹിന്ദുക്കള് റോഡിന്റെ നടുക്ക് ഒരു ദർഗയുണ്ട്, കബർ അതും ഹിന്ദുക്കളെ ഏരിയയിലാണ്. ആ ഹിന്ദുക്കളെ ഏരിയയിൽ ആ കബർ പൊളിക്കാൻ ചെന്നപ്പോ എവിടെന്നൊക്കെ അടി കിട്ടുന്നെന്ന് അറിയില്ല, കല്ലെറി എവിടെന്നാ വരുന്നതെന്ന് അറിയില്ല. എല്ലാരും പേടിച്ചോടിക്കളഞ്ഞു. 70 കേട്ടോ. ആ ദർഗ ഇപ്പൊ സൂക്ഷിക്കുന്ന ആരാ? ഹിന്ദുക്കളാ. ബോംബെയിലെ മുഖ്യ ദർഗകളും ഹിന്ദുക്കളെ കയ്യിലാ. കാരണം അവരവിടെ പോയി തൊഴുക, കാണിക്കയിടുക, അവര് തന്നെ കാശെടുക്കുക. അത് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുവാണ് ദർഗകളൊക്കെ. ആ പള്ളി പൊളിച്ചവനാണെങ്കിലോ 90 പള്ളിയെങ്ങാനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ. അതിന് കുറ്റബോധം, അവന് രാത്രി ഉറക്കമില്ലായിരുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ച് നോക്കുക. 1996 ഇത് പൊളിക്കുമ്പോൾ ഡിസംബർ 6 ഇത് പൊളിക്കുവാണ്. എല്ലാ മുസ്ലിങ്ങൾ പറഞ്ഞെന്ന് പറട്ടെ, പള്ളി പൊളിച്ചെന്നില്ല കൊണ്ടെന്താ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താ പറട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നബിയെ അങ്ങ് ഇതെല്ലാം പറയുന്നുണ്ട്, പള്ളി വെക്കാൻ പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്ത് അള്ളാഹ് പറഞ്ഞിട്ടാ പള്ളി വെക്കാൻ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നജസ് കയറാതെ ഒരു വളപ്പുണ്ടാക്കിയിട്ട് ചിലപ്പോ ചില പൂര വെച്ച് കെട്ടിക്കോ, അങ്ങനെ ഉള്ളൂ. വേറെ ഒന്നും എന്റെ അള്ളാഹ് പറഞ്ഞിട്ടില്ല. ആ പള്ളി ബാബര മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാബര മസ്ജിദ് തന്നെ. ഇപ്പോഴും പേരുണ്ട്. അത് പൊളിച്ചിട്ടുണ്ടോ ബാബര മസ്ജിദ്. ആ സ്ഥലത്തിന്റെ പേര് ബാബര മസ്ജിദ് എന്നാണ്. ഇനി എന്നാ ഇത് കെട്ടിയാലും അവിടെ ബാബര മസ്ജിദ് തന്നെ.
അന്ന് അവര് ആരും ലഹളയ്ക്ക് ചെന്നിട്ടില്ല, ഓർത്തോളുക. പള്ളി പൊളിഞ്ഞാലും അവൻ 190 പള്ളിയാണ്ട് പൊളിച്ചവൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അന്വേഷിച്ച് നോക്കി അറിയാം. ഇന്ന് ഞങ്ങളെ പള്ളികൾ പൊളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. പള്ളി പൊളിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം പൊളിക്കുന്നവൻ തന്നെ ഉണ്ടായിക്കോളും. ആ ആത്മവിശ്വാസമുണ്ട്.